ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതെ, ഐ ക്യാൻ ഡു എനിക്ക് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ സ്റ്റഡി എനിക്ക് പഠിക്കുവാൻ കഴിയും. യു ക്യാൻ സിങ് നിനക്ക് പാടുവാൻ കഴിയും. യു ക്യാൻ റീഡ് നിനക്ക് വായിക്കാൻ കഴിയും. ഹി ക്യാൻ റൺ അവന് ഓടാൻ കഴിയും. ഷീ ക്യാൻ സ്പീക്ക് അവൾക്ക് സംസാരിക്കാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി വരുന്ന എല്ലാ സെന്റൻസുകൾക്കും നമുക്ക് ക്യാൻ ചേർത്തുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോംസ് ആണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. നെഗറ്റീവ് ഫോംസും അതിന്റെ ക്വസ്റ്റ്യനും നമുക്ക് ഇന്ന് കാണാം. നെഗറ്റീവ് ഫോംസ് നമുക്ക് ഐ ക്യാൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ കഴിയുമെന്നാണ്. ഇതിന്റെ നെഗറ്റീവ് ഫോം കാണാം, ഐ കനോട്ട് സ്റ്റഡി. ഐ ക്യാൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ കഴിയും. എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ കനോട്ട് സ്റ്റഡി. ഇനി അതിനെ ഐ കനോട്ടിനെ ഷോർട്ട് ആയിട്ട് പറയാം, ഐ കാണ്ട് സ്റ്റഡി. കനോട്ടിനെ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് കാണ്ട്. ഐ കാണ്ട് സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയില്ല. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എനിക്ക് പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതിന് ക്യാൻ ഐ സ്റ്റഡി. ക്യാൻ ഐ സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിയുമോ? ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് സെന്റൻസുകൾ കാണാം. യു ക്യാൻ വർക്ക് നിനക്ക് ജോലി ചെയ്യാൻ കഴിയും. അതിന്റെ നെഗറ്റീവ് ഫോം യു കനോട്ട് വർക്ക് നിനക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ യു വർക്ക് നിനക്ക് ജോലി ചെയ്യാൻ കഴിയുമോ? ഹി ക്യാൻ ഈറ്റ് വെൽ അവന് നന്നായിട്ട് കഴിക്കാൻ കഴിയും. ഹി കനോട്ട് ഈറ്റ് അവന് നന്നായിട്ട് കഴിക്കാൻ കഴിയില്ല. ഹി കനോട്ട് ഈറ്റ് വെൽ എന്ന് പറഞ്ഞാൽ അവന് നന്നായി കഴിക്കാൻ കഴിയില്ല. പിന്നെ അവന് കഴിക്കാൻ കഴിയില്ല സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹി കനോട്ട് ഈറ്റ്. ഹി കനോട്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഷീ കനോട്ട് ബ്രിങ് അവൾക്ക് അത് കൊണ്ടുവരാൻ. ഷീ കനോട്ട് ബ്രിങ് ദ നോട്ട്ബുക്ക് അവൾക്ക് നോട്ട്ബുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഷീ കനോട്ട് ബ്രിങ് ഹെർ ബാഗ് അവൾക്ക് അവളുടെ ബാഗ് കൊണ്ടുവരാൻ കഴിയില്ല. ഷീ ക്യാൻ ബ്രിങ് ഹെർ ബാഗ് എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഷീ കനോട്ട് ബ്രിങ് എന്ന് നെഗറ്റീവ് ഫോമിൽ പറയാം. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിലോ ക്യാൻ ഷീ ബ്രിങ് ഹെർ ബാഗ് അവൾക്ക് അവളുടെ ബാഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെ ക്യാൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ ഈ 3 ഫോംസും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. വീണ്ടും കാണാം. See you again.